നമ്മളിൽ പലർക്കും പല അഡിക്ഷൻസ് ഉണ്ടാവില്ലേ? പലതരം അഡിക്ഷൻസ് ഉണ്ടാവും. നമ്മൾ അതൊക്കെ മാറ്റാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷെ കാലങ്ങളായിട്ട് നമ്മൾ മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ മാറ്റാൻ പറ്റുന്നില്ല. പലതും ട്രൈ ചെയ്തു. മാറ്റാൻ പറ്റുന്നില്ല. അപ്പം അതിൻ്റെ ഒരു റീസൺ നിങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ട്രൈ ചെയ്യാത്തൊരു കാര്യമുണ്ട്. നിങ്ങളെ ഈ അഡിക്ഷനിലേക്ക് കൊണ്ടുവന്ന സാഹചര്യത്തെ മാറ്റാൻ നിങ്ങൾ തയ്യാറാവുന്നില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ഓൺലൈൻ ഷോപ്പിംഗ് ആണ് നിങ്ങൾക്ക് അഡിക്ഷൻ എങ്കിൽ ഇപ്പോൾ 500 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടാവും, നിങ്ങളുടെ അക്കൗണ്ടിലുണ്ടാവും. പക്ഷേ ആ 500 രൂപക്കും നിങ്ങൾ എന്ത് ചെയ്യും? ഓൺലൈനിൽ ഷോപ്പ് ചെയ്യും. അതാണ് നിങ്ങളുടെ അഡിക്ഷൻ ആയിരിക്കും. ചിലപ്പം ഓൺലൈൻ ഷോപ്പിംഗ് ആയിരിക്കും നിങ്ങളുടെ അഡിക്ഷൻ. ഉദാഹരണം പറയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിർത്തേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ മാറ്റേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഓൺലൈൻ ഷോപ്പിംഗ് ഞാൻ നിർത്തും, ഞാൻ ഇനി ഷോപ്പ് ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് പിന്നെയും എന്ത് ചെയ്യരുത്? ഈ ഓൺലൈൻ വെബ്സൈറ്റ് ചെക്ക് ചെയ്യാൻ പോകരുത്. ഓഫർ ഉണ്ടോ, അല്ലെങ്കിൽ പുതിയ മോഡൽസ് ഉണ്ടോ, ഒന്നും നോക്കാൻ പോകരുത്. പറ്റുവാണെങ്കിൽ ആ ആപ്സും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇതുപോലുള്ള പല അഡിക്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഈ അഡിക്ഷൻസ് ഒക്കെ എങ്ങനെയാണ് വന്നിട്ടുള്ളത്, എങ്ങനെയാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ ഷോപ്പിംഗ് അഡിക്ഷനായിട്ട് മാറാൻ കാരണം എന്താ? ആ ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ ആപ്സ് അല്ലെങ്കിൽ വെബ്സൈറ്റ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. അതിലൊരുപാട് ഡ്രസ്സുകൾ, പിന്നെ അതേപോലെ തന്നെ പലരും ട്രൈ ചെയ്ത റിവ്യൂസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നിരന്തരം കേൾക്കുന്നത് കൊണ്ടാണ് അത് പിന്നെയും പിന്നെയും വാങ്ങണം എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നത്. അതേപോലെ എന്തെങ്കിലും ഒരു അഡിക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഈ അഡിക്ഷൻ വന്നിട്ടുള്ളത് എവിടെ നിന്നാണെന്നാണ്, ഇതിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണെന്നാണ്. അപ്പം അതിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക.